സെയിൽ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെയിൽ എങ്ങനെ ബേസിക്കലി എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം രണ്ട് രീതിയിൽ നമുക്ക് സെയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ബേസിക്കലി ഓൾറെഡി ഉണ്ട്. സെയിൽ വിൻഡോ അല്ലാന്നുണ്ടെങ്കിൽ പി ഒ എസ് വിൻഡോ. പി ഒ എസ് വിൻഡോ കുറച്ചും കൂടി ക്വിക്കായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്നാൽ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കുറവുണ്ടായിരിക്കുകയും ചെയ്യും. സോ നമുക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സെയിൽ വിൻഡോ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യാം, ഒരു സെയിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഈ സെയിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മുകളിൽ നമുക്ക് കാണാം ഏത് ലൊക്കേഷനാണെന്ന്. മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉള്ള ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു അഡ്മിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എല്ലാ ബ്രാഞ്ചസിലേക്കും എല്ലാ ലൊക്കേഷനിലേക്കും മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. സോ അതുപോലെ തന്നെ ടാക്സ് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളതുണ്ടായിരിക്കും. അതുപോലെ പ്രൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾസെയിൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൈസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക വിഭാഗം ക്ലയൻസിന് ഒരു റേറ്റ്, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് പ്രത്യേക റേറ്റ്, റീറ്റെയിലിന് പ്രത്യേക റേറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രൈസ് ഗ്രൂപ്പ്സ് ഉള്ള ആളുകൾക്ക് ഏത് പ്രൈസ് ഗ്രൂപ്പാണെന്നുള്ളതിൽ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഹോൾസെയിലിന് ഒരൊറ്റ പ്രൈസ് ഗ്രൂപ്പ് മാത്രമാണ് ഈ ഒരു അക്കൗണ്ടിലുള്ളത്. ഒന്നിലധികം ഉണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ഇവിടെ നമുക്ക് കാണാനും കഴിയും. സോ അത് ഏത് പ്രൈസ് ഗ്രൂപ്പാണെന്ന് ചൂസ് ചെയ്യാനുള്ളതാണ് അവിടെ വരുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ്, വൗച്ചർ സീരീസ്, കസ്റ്റമറുടെ പേര്, കാര്യങ്ങളൊക്കെ നോർമലി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വൗച്ചർ സീരീസ്, മൾട്ടിപ്പിൾ വൗച്ചർ സീരീസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഓരോന്നിനും ഓരോ വൗച്ചർ നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഓരോ സീരീസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഇവിടെ ഒന്ന് ഉറപ്പ് വരുത്തണം അത് തന്നെയാണ് വൗച്ചർ, അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിയൽ വൗച്ചർ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വൗച്ചർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ കൂടിയാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വെച്ചതായിരിക്കും ഇവിടെ എപ്പോഴും വരുന്നത്. സോ നമുക്ക് കസ്റ്റമർ സെലക്ട് ചെയ്യാനുള്ളതാണ് പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത്. കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ജസ്റ്റ് കസ്റ്റമറുടെ നമ്പറോ അല്ലെങ്കിൽ പേരോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടും. കസ്റ്റമർ ഞാൻ ചൂസ് ചെയ്യുന്നു. ടാക്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടുന്ന് ടാക്സ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. LGST ആണോ IGST ആണോ. ഇത് നോൺ ടാക്സിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ആ ഏരിയ ഒഴിവാക്കി വെക്കുന്നു. പിന്നെ നമുക്കുള്ളത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് എൻ്റർ ചെയ്യാനാണ്. നമുക്കൊന്നുകിൽ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡിൽ സ്കാൻ ചെയ്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാർകോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ പേര് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് പേര് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ERDയുടെ ഒരു അഡാപ്റ്ററാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ERD അഡാപ്റ്റർ എന്നുണ്ട്. നമുക്കിവിടെ കാണാം 19 എണ്ണം സ്റ്റോക്കിലുണ്ട് എന്നുള്ളത്. സോ അതിൻ്റെ ബാർകോഡ്, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ അത് ഇവിടെ വരുന്ന എത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ എൻ്റർ അടിച്ച് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ലൈനിൽ ആഡ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ വേറെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1895 എന്ന് പറയുന്ന ഒരു ബാർകോഡിൽ ഒരു ബാറ്ററിയാണ്. സോ 1895 ഞാൻ എടുക്കുന്നതോട് കൂടെ തന്നെ ഇത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്കാനറിൽ ബാർകോഡ് സ്കാനർ വെച്ച് ചെയ്യുമ്പോഴും എനിക്കിത് വരും. ആ പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ ബാച്ചുകളാക്കി നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ബാച്ച് സെലക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബാച്ചിൽ ഞാൻ ഈ ഒരു ബാച്ചിൽ നിന്ന് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ ചെയ്ത് പോകുന്നു. അടുത്തൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാണ്. അതിന് ഞാൻ ക്വാണ്ടിറ്റി 2 എന്നാക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വെച്ചിട്ട് MRPയോ പ്രൈസോ ഇവിടെ നിന്ന് തന്നെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിതിന് 800 എന്നുള്ള MRP കൊടുക്കുന്നു. അതുപോലെ തന്നെ സെയിൽ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. അല്ലാതെ ജസ്റ്റ് 0 തന്നെ ഒഴിവാക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ പ്രൊഡക്റ്റിന് എഗെയിൻസ്റ്റ് ആയിരിക്കും ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുന്നത്. ഇനി അതല്ല ഒരു ടോട്ടൽ ഇൻവോയ്സ്, ഇപ്പോൾ 7700 രൂപയുടെ ഇൻവോയ്സ് വന്നിട്ടുണ്ട്, അതിന് ഒരു കംപ്ലീറ്റ്ലി ഒരൊറ്റ ഡിസ്കൗണ്ടാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വിൻഡോയിൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ടിക്ക് മാർക്കിലേക്ക് പോയിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ജസ്റ്റ് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഏത് സെയിൽ പേഴ്സണാണ്, പിന്നെ മറ്റ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസിൻ്റെ ഏരിയ ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഡേറ്റ്, പ്രീ ഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ ഡേറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഓൾറെഡി നമുക്കുണ്ട്. അത് മുമ്പത്തെ വിൻഡോയിലാണ്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഡേറ്റുകൾ മാറി കൊടുക്കാൻ പറ്റും. മുൻപത്തെ ഡേറ്റിലേക്കോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഡേറ്റിലേക്കോ ആക്കിയിട്ട് നമുക്ക് അത് മാറ്റി വെക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണത്. ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എമൗണ്ട് എന്നുള്ള ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണോ ഈ ടോട്ടൽ ഇൻവോയ്സിന് നമ്മൾ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഡിസ്കൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യും. ഇനി അതെല്ലാം നമ്മൾ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെർസെൻറ്റേജ് ടോഗിൾ ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് 5 അല്ലെങ്കിൽ 10% എത്രയാണോ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ഡിസ്കൗണ്ടായിട്ട് നമുക്ക് ടോട്ടൽ ഇൻവോയ്സിലേക്ക് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഇവിടെ നമുക്ക് സെയിൽസ് പേഴ്സണെ സെലക്ട് ചെയ്യുന്നിടത്ത് ആരാണ് ആ സെയിൽ എൻ്റർ ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ 1 by 1 ആയിട്ട് ഓരോ ആളുകളെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് കീപ്പ് ചെയ്യുന്ന ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ സെയിൽ നോട്ടുകൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽ നോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ വളരെ പെട്ടെന്ന് ഒന്നുകിൽ ക്യാഷ് സെയിലോ ബാങ്ക് സെയിലോ ആകണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ Alt C Alt B അല്ലെങ്കിൽ ഇതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സെയിൽ സേവ് ആവും. അതല്ല ഡ്യൂ സെയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്യൂ സെയിലിലേക്ക് അടിച്ചു കഴിഞ്ഞാലും ആ സെയിൽ സേവ് ആവും. ഇനി അതല്ല മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലേക്ക് നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ Alt Enter അടിച്ചിട്ട് നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് ഓരോ ബാങ്കിലേക്ക് എത്ര വന്നെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട്ണറുടെ ബാങ്കിലേക്ക് ഞാനൊരു 100 റുപ്പീസ് ഞാൻ പാർട്ട്ണറുടെ ബാങ്കിലേക്ക് 1000 റുപ്പീസ് ഞാൻ പാർട്ട്ണർ ബാങ്കിലേക്ക് ആക്കി. അടുത്തത് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ അവിടത്തേക്കും ഒരു 1000 റുപ്പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ക്യാഷായിട്ട് ഞാനൊരു 3000 റുപ്പീസ് അവിടത്തേക്കും വെക്കുന്നുണ്ട്. സോ മൾട്ടിപ്പിളായിട്ട് വേണ്ടവർക്കാണ് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരത്തെ കഴിഞ്ഞ വിൻഡോയിൽ തന്നെ നമ്മൾ ക്യാഷോ ബാങ്കോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് പോകുമായിരുന്നു. സോ ജസ്റ്റ് സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇത്രയും പ്രൊസീജിയറേ ഉള്ളൂ സെയിൽ വരുന്നത്. വൺസ് സെയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ്ലി വാട്സപ്പിൽ മെസ്സേജ് പോകുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടാവും. അതല്ല പ്രിൻ്റർ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഏതാണോ ഇൻവോയ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഡിഫോൾട്ട് അതിൻ്റെ രീതിയിലുള്ള പ്രിൻ്റ് ഡയറക്റ്റായിട്ട് പ്രിൻ്ററിൽ നിന്ന് വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ഒരു സെയിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ.